ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മിഷൻ PSC. ഞാൻ ശ്രീജസി സുന്ദർ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മുൻവർഷ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ ചാൻസ് ഉള്ള SCERT ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സുമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ക്ലാസ് ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, ആത്മാർത്ഥമായി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. മറാത്ത എന്ന ഇംഗ്ലീഷ് പത്രം ആരുടേതാണ് മറാത്ത എന്ന ഇംഗ്ലീഷ് പത്രം? ഇത് ദേശീയ സമരകാലത്തെ പ്രധാനപ്പെട്ട ഒരു പത്രമായിരുന്നു കേട്ടോ. ആരുടേതാണ് ഈ പത്രം? ബാലഗംഗാധര തിലകിന്റെ, അല്ലെ? ആരുടേതാണ്? ബാലഗംഗാധര തിലകിന്റെയാണ്. അപ്പോൾ മറാത്ത എന്ന ഇംഗ്ലീഷ് പത്രം ആരുടേതാണ്? ബാലഗംഗാധര തിലകിന്റെയാണ്. അപ്പോൾ ഇനി നമുക്ക് ദേശീയ സമരകാലത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളും അതിന് നേതൃത്വം നൽകിയ നേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഇത് 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആയ സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ബോക്സ് ആണ് കേട്ടോ. ഇതിൽ നിന്നും ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. ഈ അടുത്ത് കഴിഞ്ഞ ഒരു 2-3 എക്സാമിലും തുടർച്ചയായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായി തന്നെ പഠിക്കുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും മാർക്ക് നേടാൻ സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ സമരകാലത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളും അതിന്റെ ദേശീയ നേതാക്കളെ പറ്റിയാണ്. ഹിന്ദു സ്വദേശി മിത്രം. ഹിന്ദു എന്ന പത്രവും സ്വദേശി മിത്രം എന്ന പത്രത്തിനും നേതൃത്വം നൽകിയത് ആരാണ്? ജി സുബ്രഹ്മണ്യ അയ്യരാണ്. ആരാണ്? ജി സുബ്രഹ്മണ്യ അയ്യരാണ്. അമൃത ബസാർ പത്രിക ആരൊക്കെയാണ്? ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷുമാണ്. ആരൊക്കെ ചേർന്നാണ് അമൃത ബസാർ പത്രികയ്ക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത്? ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷുമാണ്. ബോംബെ സമാചാർ ആരിന്റെയാണ്? ഫർദൂർജി മർസ്ബാന്റെയാണ്, അല്ലെ? ആരാണ് നേതൃത്വം നൽകിയത് ബോംബെ സമാചാറിന്? ഫർദൂർജി മർസ്ബാനാണ്. കേസരി മറാത്ത നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ് മറാത്ത? ആരാണ്? ബാലഗംഗാധര തിലകിന്റെയാണ്. അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു മറാത്ത ഭാഷയിലുള്ള പത്രമാണ് ഏത്? കേസരി എന്ന് പറയുന്നത്. അതിന്റെ ഭാഷയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കേസരി എന്ന് പറയുന്നത് മറാത്ത ഭാഷയിലുള്ള പത്രമാണ്. മറാത്ത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള പത്രമാണ്. ഇത് രണ്ടും ആരാണ് നേതൃത്വം നൽകിയത്? ഈ രണ്ട് പത്രത്തിനും ആരാണ് നേതൃത്വം നൽകിയത്? ബാലഗംഗാധര തിലകാണ്. ബംഗാളി എന്ന പത്രത്തിന് ആരാണ് നേതൃത്വം നൽകിയത്? സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയാണ്. അപ്പോൾ ബംഗാളി എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് സുരേന്ദ്രനാഥ് ബാനർജിയാണ് കേട്ടോ. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം പഠിച്ചു വെക്കുക. ബംഗാളി എന്ന പത്രം ആരുടേതാണ്? സുരേന്ദ്രനാഥ ബാനർജിയുടേതാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജിയുടെ പത്രമാണ്. ആരുടേതാണ് വോയിസ് ഓഫ് ഇന്ത്യ? ദാദാബായ് നവറോജി. അടുത്തത് ഷോം പ്രകാശ് ആണ്. ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് മിസ്സിസ് ആനി ബസന്റിന്റെയാണ്, അല്ലെ? ആനി ബസന്റിന്റെ പത്രങ്ങളാണ് ന്യൂ ഇന്ത്യയും കോമൺവെയിലും. യങ് ഇന്ത്യയും ഹരിജനും ആരുടെ പത്രമാണ്? മഹാത്മാഗാന്ധിയുടെ പത്രമാണ്, അല്ലെ? ഗാന്ധിജിയുടെ പത്രമാണ് യങ് ഇന്ത്യയും ഹരിജനും. അൽ ഹിലാൽ ആരുടേതാണ്? അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദിന്റേതാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രമാണ് അൽ ഹിലാൽ എന്ന് പറയുന്നത്. വന്ദേ മാതരം ആരുടെ പത്രമാണ്? ലാലാ ലജ്പത് റായിയുടെ പത്രമാണ് വന്ദേ മാതരം എന്ന് പറയുന്നത്. നേഷൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ആരുടേതാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ്, അല്ലെ? ഗോഖലെയുടെ പത്രമാണ് നേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദു സ്വദേശി മിത്രം എന്ന് പറയുന്നത് ജി സുബ്രഹ്മണ്യ അയ്യരുടെ പത്രമാണ്. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷാണ്. ബോംബെ സമാചാർ ഫർദൂർജി മർസ്ബാനാണ്. കേസരി മറാത്ത എന്ന് പറയുന്നത് ബാലഗംഗാധര തിലകിന്റെ പത്രമാണ്. ഇതിന്റെ ഭാഷയും പഠിച്ചു വെക്കണം കേട്ടോ. കേസരി എന്ന് പറയുന്നത് മറാത്ത ഭാഷയിലുള്ള പത്രമാണ്. മറാത്ത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള പത്രമാണ്. അടുത്തത് ബംഗാളിയാണ്. സുരേന്ദ്രനാഥ് ബാനർജിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ആരുടേതാണ്? ദാദാബായ് നവറോജിയുടേതാണ്. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റേതാണ്. ന്യൂ ഇന്ത്യയും കോമൺവെയിലും ആനി ബസന്റിന്റേതാണ്. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധിയാണ്. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദിന്റേതാണ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായാണ്, അല്ലെ? വന്ദേ മാതരം ലാലാ ലജ്പത് റായാണ്. നേഷൻ ആരുടെ പത്രമാണ്?
ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ്. ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? നമ്മൾ ഒരുപാട് ദേശീയ സമരകാലത്തെ പത്രങ്ങളും അതിന് നേതൃത്വം നൽകിയ നേതാക്കളും ആരൊക്കെയാണെന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഇങ്ങനെ ദേശീയ കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ വ്യക്തി ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് അല്ലെ. ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇനി രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സമ്പാദ് കൗമുദിയാണ്. ഏതാണ്? സമ്പാദ് കൗമുദിയാണ്. അപ്പോൾ ബംഗാളി ഭാഷയിലുള്ള പത്രമാണ് കേട്ടോ സമ്പാദ് കൗമുദി എന്ന് പറയുന്നത്. ആ ഭാഷ കൂടി പഠിച്ചു വെക്കണം. അപ്പോൾ സമ്പാദ് കൗമുദി ബംഗാളി ഭാഷയിലുള്ള രാജാറാം മോഹൻ റോയിയുടെ പത്രമാണ്. എങ്കിൽ പേർഷ്യൻ ഭാഷയിലുള്ള അദ്ദേഹത്തിന്റെ പത്രം ഏതാണ്? അത് മിറാത്ത് ഉൽ അക്ബർ ആണ്. ഏതാണ്? മിറാത്ത് ഉൽ അക്ബർ ആണ്. അപ്പോൾ ബംഗാളി ഭാഷയിലുള്ള രാജാറാം മോഹൻ റോയിയുടെ പത്രമാണ് സമ്പാദ് കൗമുദി എന്ന് പറയുന്നത്. മിറാത്തുൽ അക്ബർ ഏത് ഭാഷയിലുള്ളതാണ്? പേർഷ്യൻ ഭാഷയിലുള്ളതാണ്. പേർഷ്യൻ ഭാഷയിലുള്ളതാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന സുലഭ സമാചാർ വർത്തമാന പത്രം എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ബ്രിട്ടീഷ് ഭരണകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു പത്രമാണ് സുലഭ സമാചാർ എന്ന് പറയുന്നത്. അതൊരു വർത്തമാന പത്രമാണ് കേട്ടോ. ഈ പത്രം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ബംഗാളിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ബംഗാളിൽ നിന്നാണ് അല്ലെ. നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ് ബംഗാൾ എന്ന് പറയുന്നത്. ആ ബംഗാളിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച ഒരു പ്രധാനപ്പെട്ട പത്രമാണ് ഏതെന്ന് പറയുന്നത്? സുലഭ് സമാചാർ എന്ന് പറയുന്നത്. സുലഭ് സമാചാർ എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ബംഗാളി ഭാഷയിലുള്ള പത്രമാണ് സമ്പാദ് കൗമുദി എന്ന് പറയുന്നത്. പേർഷ്യൻ ഭാഷയിലുള്ള പത്രമാണ് മിറാത്ത് ഉൽ അക്ബർ എന്ന് പറയുന്നത് കേട്ടോ. ഈ സുലഭ് സമാചാർ എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചിരുന്നത്? ബംഗാളിൽ നിന്നാണ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം. എന്താണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം എന്ന് പറയുന്നത്? പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ നിയമമാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ്? പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന കർശനമായ നിയന്ത്രണമാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? ലിട്ടൻ പ്രഭുവാണ്. ആരാണ്? ലിട്ടൻ പ്രഭുവാണ്. റിപ്പൻ പ്രഭു അല്ല കേട്ടോ, ഇത് ലിട്ടൻ പ്രഭുവാണ്. രണ്ടും രണ്ടു പേരാണ്. ലിട്ടൻ പ്രഭുവാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത്. ഇനി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1878 എപ്പോഴാണ്? 1878 അപ്പോൾ പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ലിട്ടൻ പ്രഭുവാണ്. വർഷം ഏതാണ്? 1878. അപ്പോൾ പ്രാദേശിക ഭാഷാ പത്ര നിയമം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന കർശനമായ നിയന്ത്രണമാണ് അല്ലെ. ഇത് കൊണ്ടുവന്ന വൈസ്രോയി ആരാണ്? ലിട്ടൻ പ്രഭുവാണ്. വർഷം ഏതാണ്? 1878. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ പത്രങ്ങളും നേതാക്കളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, ആത്മാർത്ഥമായി തന്നെ പഠിക്കുക. നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.